ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് കുക്കറി വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് വെള്ളക്കടലക്കറിയാണ് ചെയ്യുന്നത്. ഇഡലിക്കും ദോശയ്ക്കും മാത്രമല്ല, പൂരി, ചപ്പാത്തി, ഉപ്പുമാവ്, പുട്ട് എല്ലാത്തിനോട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് കടലയാണ് രാത്രിയിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നത്. കുതിർന്നതിന് ശേഷം ഒരു 2 കപ്പായിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിടുകയാണ്. ഒരു 8 മണിക്കൂറെങ്കിലും കടല കുതിർക്കാൻ വേണ്ടി വെക്കണേ. ഇനി ഒരു മീഡിയം സൈസ് 2 സവാള എടുത്തിട്ടുണ്ട്, അതോടെ ഇട്ടിട്ടുണ്ട്. ഒരു തക്കാളിയാണ് ഇടുന്നത്. ഇനി ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം ചെത്തി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലുതല്ല, ഒരു മീഡിയം സൈസാണ്. വേവ് എല്ലാം ഒരുപോലെ ആകാൻ വേണ്ടി 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചേർക്കുകയാണ്. അതൊന്ന് 2ആയിട്ടൊന്ന് കീറിയിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയാണ്. ഇത് ചെറിയ വെളുത്തുള്ളി ആയത് കാരണം ഒരു 15 എണ്ണോളം ഉണ്ട്. വലുതാണ് എടുക്കുന്നെങ്കിൽ ഒരു 8-9 പീസ് ഇട്ടാൽ മതി. ഇനി 2 പച്ചമുളക്. എരിവ് കൂടുതലുള്ളത് കാരണം ഒരു പച്ചമുളകിൻ്റെ കീറിയിട്ട് കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി മല്ലിയിലയാണ് ഇടുന്നത്. അതിൻ്റെ തണ്ടോടുകൂടി തന്നെ കട്ട് ചെയ്യാതെ തന്നെ വേര് കളഞ്ഞിട്ട് തണ്ടെല്ലാം എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട ശേഷം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കടലയുടെ മുകളിൽ ഇങ്ങനെ നിരത്തിയാണ് വെക്കേണ്ടത്. ഇനി 2 സ്റ്റാർ അനീസ്, 3 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു കഷ്ണം പട്ട അതോടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി കടലയ്ക്ക് പാകമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. കടല വേകാൻ ആവശ്യമുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഒരുപാട് വെള്ളം ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഗ്രേവി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീടായാലും ചേർക്കാവുന്നതാണ്. ഇതൊന്നും മിക്സ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ കുക്കറിനകത്തിട്ട് 3 ലിറ്ററിൻ്റെ കുക്കറിനകത്തിട്ടാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ. ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിൽ വരുമ്പോൾ കടല നന്നായിട്ട് വേഗം. കുക്കറിൻ്റെ അനുസരിച്ച് 1-2 മാറ്റം വരും വിസിലിനകത്ത്. ഇനി വിസിലൊക്കെ കളഞ്ഞിട്ട് കുക്കർ തുറന്ന് നോക്കാം. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ, ഇനി ആ മുകളിൽ കാണുന്ന പട്ടയൊക്കെ എടുത്ത് മാറ്റുവാണ്. പട്ട, സ്റ്റാർ, ഏലക്ക ഇതെല്ലാം എടുത്ത് മാറ്റുവാണ്. ഇനി അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ഫ്ലേവറെല്ലാം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വേറെയായിട്ട് ഉരുളക്കിഴങ്ങ് മാറ്റി വയ്ക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. ഇനി ആ തക്കാളി, ബാക്കിയുള്ള സവാള, മല്ലിയില ഇതെല്ലാം എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതൊരു മിക്സിയുടെ ജാറിനകത്തോട്ടാണ് ഇടുന്നത്. സവാളയൊക്കെ അരിഞ്ഞിട്ടപ്പോഴത്തേന് ആ തണ്ട് വരുന്ന ഭാഗമുണ്ടല്ലോ, അത് കൂടുതലായിട്ട് ചെത്തി ഇട്ടത് കാരണമാണ് ഇതെല്ലാം അങ്ങ് അല്ലിയായിട്ട് അങ്ങ് വിടർന്നു പോയത്. ഇല്ലെങ്കിൽ അതൊന്നായിട്ട് തന്നെ കിടക്കും, വെന്ത് ഉടയാതെ തന്നെ കിടക്കുമേ. അപ്പോൾ സവാളയൊക്കെ കട്ട് ചെയ്തിടുമ്പോൾ അതിൻ്റെ ആ തണ്ട് വരുന്ന ഭാഗം ഒരുപാട് ചെത്താതെ, അതായത് കഷ്ണിച്ച് കളയാതെ ഇട്ടാൽ മതി. തക്കാളി അതുപോലെ തന്നെ ലൈറ്റായിട്ടൊന്ന് വര കൊടുത്തിട്ടാൽ മതിയായിരുന്നു. അതിൻ്റെ മേൽ ഭാഗം ഞാൻ നല്ലവണ്ണം ചെത്തിയത് കാരണമാണ് തക്കാളി ഒരുപാടങ്ങ് ഉടഞ്ഞു പോയത്. അതിനകത്തുനിന്ന് ഇഞ്ചി, ആ വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ എല്ലാം മാക്സിമം കിട്ടാവുന്ന എല്ലാം നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ടില്ല, ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട്. അതായത് പട്ടയും ഗ്രാമ്പും ഒന്നും ഇട്ടിട്ടില്ല. ആ ഗരം മസാല ഐറ്റം ഒന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല, എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഇട്ടതിന് ശേഷം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ ഈ പാത്രം ഒന്ന് താഴോട്ടെടുത്ത് വെച്ചതിന് ശേഷം വേണം മുളക് പൊടി ഇടാനായിട്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്, 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പാത്രം താഴെ എടുത്ത് വെച്ചാൽ മതി. ഒരു 1.25 സ്പൂണ് മല്ലിപ്പൊടിയോട് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ആ എണ്ണയിലൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, നന്നായിട്ട് എണ്ണയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും പച്ചമുളക് മല്ലിയില എല്ലാം കൂടെ ചേർത്തതാണ്. ഇഞ്ചിയും വെളുത്തുള്ളി അതോടെ ചേർത്താണ് അരച്ചത് ഇടുവാണ്. ഇതോടെ ചേർത്ത് ഇട്ടതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓണാക്കുക. ഓണാക്കിയിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
മിക്സിയുടെ ജാറിൽ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ 2-3 സ്പൂൺ വെള്ളം മാത്രം ചേർത്താൽ മതി. ഒരുപാട് വെള്ളം ചേർത്താൽ നമ്മളിവിടെ വഴറ്റേണ്ട സമയത്ത് ഒരുപാട് നേരം നിന്ന് വഴറ്റേണ്ടി വരും. വെള്ളം കുറവാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. ഇതാ പാത്രത്തിൽ നിന്നൊക്കെ തെന്നി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഗരം മസാല ഇടുവാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, കൂടെ ശക്കലൊരു ജാതിയുടെ കായുടെ കുരുവില്ലേ അതും ചേർക്കുന്നു. കൂടെ തന്നെ അല്പം കൽപ്പാസിയോടെ ചേർത്താണ് ഗരം മസാല. ഇതിലൂടെ അരൽപ്പം ഇട്ടിട്ടുണ്ട്, അതോടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കുവാണ്. ആ വെള്ളത്തോടു കൂടി തന്നെ കടല ചേർക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഉപ്പ് മിക്കവാറും ഒക്കെ ആവശ്യമായിട്ട് വരും, ഒരൽപ്പം കൂടി ഉപ്പിടെ ചേർക്കുന്നുണ്ട്. ഇനി ആ ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ഇതൊരല്പം വെള്ളം ചേർത്തരയ്ക്കണം. ഒരുപാട് ഗ്രേവി വേണ്ട, ചാറ് വേണ്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ കടലയുടെ വെള്ളം കുറച്ച് മാറ്റി വെച്ചാൽ മതിയായിരുന്നു, അതൊഴിച്ച് അരച്ചാൽ മതി. ഇതാ ഉരുളക്കിഴങ്ങ് അരച്ചുകൂടെ ചേർക്കുവാണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ കടല അരച്ച് ചേർക്കുന്നതിലും ടേസ്റ്റാണ് ഇങ്ങനെ ചേർക്കുന്നത്. കസൂരി മേത്തിയാണ്, മസ്റ്റായിട്ട് കസൂരി മേത്തി ചേർത്തിരിക്കണം. നല്ല ഫ്ലേവറാണ് ഇതിന്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. 2 പച്ചമുളക് കൂടെ കീറിയതിടുകയാണ് ചെയ്യുന്നത്. എരിവ് കൂടുതലുണ്ടെങ്കിൽ ഒരു പച്ചമുളകിൻ്റെ കുരു അങ്ങ് കുത്തിക്കളഞ്ഞേക്കണേ. കുറച്ച് മല്ലിയിലൂടെ ചേർത്തിട്ട് ഇനി പച്ചമുളക് ജസ്റ്റ് ഒന്ന് വാടണം. ഇതൊന്ന് ബോയിലായാൽ മതി. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളച്ചാൽ മതിയേ. അതായത് സിമ്മിലിട്ടുകൊണ്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതിയേ. ഇത് പച്ചമുളകൊക്കെ വാടിയിട്ടുണ്ട്, എണ്ണയൊക്കെ ലൈറ്റായിട്ട് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. കറി കുറേയൂടെ കഴിയുമ്പോഴത്തേനും കുറച്ചൊരു ഡാർക്ക് കളറൊക്കെ ആവുമേ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. എന്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. നിങ്ങൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്.